പോയിട്ട് വരുവാ. എന്ന് വെച്ചാൽ ഞാൻ ടീച്ചറല്ല. ഒന്നും പറയണ്ട എന്റെ ദൈവമേ. ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഈ മാസം കിട്ടാറുള്ള 5 കിലോ അരി ഉണ്ടല്ലോ അത് തരാനാന്ന്. അവിടെ ചെന്നപ്പോഴല്ലയോ അറിയുന്നത് പേരൻസ് മീറ്റിംഗ് ആന്ന്. വാല് ചപ്പിയ പേരയ്ക്ക പോലെ അത്രയും പേരൻസിന്റെ ഇടയിൽ ഞാൻ ഇരുന്ന് ഉരുകുവായിരുന്നേ. കാരണം എന്തുവാ, എന്റെ മോന്റെ റിസൾട്ട് അവിടെ വെച്ച് തുറന്നു നോക്കിയില്ല. കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ല. കൊണ്ടുവന്നിട്ടുണ്ട്. ഫിസിക്സിന് 6, ബയോളജിക്ക് ഒരു ചീന മുട്ടയുണ്ട്. വീണ് പൊട്ടാൻ കാര്യമായി. കണക്ക് പിന്നെ കണക്കാ. ഓ, മലയാളം എഴുത്തച്ഛൻ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കയറി വന്ന് അവനെ അടിച്ചനെ. ഈ ചെറുക്കന് ഈ വള്ളി പുള്ളി എവിടാന്ന് ഇതുവരെ അറിയത്തില്ലയോ? അതെങ്ങനെ നല്ലൊരു പുള്ളിയുടെ മോന. ഈ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ചെറുക്കന്റെ ജോലി എന്തുവാന്ന് ചോദിച്ചേ. അന്നേരം പറഞ്ഞു ജഡ്ജാന്ന്. ഞാനും എന്റെ വീട്ടുകാരെ വിചാരിച്ചു ഹൈക്കോടതിയിലെ വല്ല ജഡ്ജു വന്നു. കല്യാണം കഴിഞ്ഞപ്പോഴല്ലയോ അറിയുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജല്ലേ ഈ കലോത്സവത്തിനൊക്കെ പോയിരിക്കുന്ന ജഡ്ജാന്ന്. എന്റെ ദൈവമേ, പോയിട്ടുണ്ട് എവിടോ ജലോത്സവോ ഏതോ മേള നടക്കുന്നിടത്ത് പോയിട്ടുണ്ട്. മാർക്കിടാൻ വരുന്ന വർക്കൊക്കെ ഒന്ന് കാണണമേ. ഈ താടി നീട്ടി വളർത്തിയിട്ടുണ്ട് ജുബയുടെ ബട്ടൺസും മറന്നു കിടക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യനെ പറയിക്കാൻ. ഹലോ, ആർക്കെ ചുനക്കരയാ? ഞാൻ കോമളൻ, കേരളപുരം കോമളൻ. കേരളപുരം കോമളൻ. എന്തോട്ടാ വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം. നീ ഇപ്പൊ എവിടെ ഉണ്ടാ? ഞാൻ കുണ്ട്രന്നോ? അല്ല, കുണ്ട്ര ഉണ്ടടാ. അവിടെ വല്ല മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ആണോടാ? പിന്നെ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലയോ? ഓ, മൊബൈൽ മുറുക്കി പിടിച്ചോണം, ചിലപ്പോ തെറിച്ചു പോകും കേട്ടോ. അല്ലേ, കൊല്ലം ജില്ലയുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലയോന്ന്? ഓ, അവിടെ മാർക്കറ്റായിരിക്കും അല്ലേ? ആന്നു. വേദിയിൽ ഇപ്പൊ എന്താ അരങ്ങേറുന്നത്? വേദിയിൽ ഇപ്പൊ ഒരു പരിപാടി ഇല്ല. കുറെ പിള്ളേർ കമ്പും കവരവും കൊണ്ട് തല്ലു കൂടുന്നുണ്ട്. ഞാനത് കണ്ടോണ്ടിരിക്കുക. അതാണ് കമ്പുകളി, കളി. അതിന് മാർക്കറ്റ് പിള്ളേരുടെ കോലുകൂടി നിന്നെ പൊതിപ്പിക്കത്തിന്നെ. പോയേക്കാം. ഇത് ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം കേട്ടോ. ഓക്കെ. വന്നോ ജോലിയും കഴിഞ്ഞ്? ലളിതമ്മേ, എന്തൊക്കെയുണ്ട്? ആരായിരുന്നു വിളിച്ചതാരായിരുന്നു? നിനക്ക് മനസ്സിലായില്ലയോ? ഇല്ല. എന്റെ സഹപ്രവർത്തകൻ ആര്? കേരളപുരം കോമളൻ. എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. അവനെന്ന് പറഞ്ഞ പണ്ട് പാട്ടും കുത്തും ഒക്കെ നടന്നതാ. ഇപ്പൊ എന്നോട് ജഡ്ജിമെന്റൊക്കെ വന്നിട്ടേ ഇപ്പൊ അവൻ ഇരിക്കാൻ നേരമില്ല. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓട്ടമല്ലയോ. നിങ്ങളുടെ കൂട്ടുകാരനല്ലയോ? എന്റെ കൂട്ടുകാരൻ. വേദികളിൽ നിന്നും വേദി എന്നല്ല, വേദന തിന്ന് പോകുന്നെന്ന് പറയണം. അതല്ല, അവൻ എന്നെ പോലല്ല, ഭയങ്കര മണ്ടനാ. നിങ്ങളുടെ കൂട്ടുകാരനല്ലയോ? എന്റെ കൂട്ടുകാരനാ. അവന് കഴിഞ്ഞിടയ്ക്ക് അടൂർ LP സ്കൂളിൽ മാർക്കുകാരൻ എന്റെ കൂടെ വന്നു. അവിടെ വന്നപ്പം അവിടുത്തെ ടീച്ചർ അനൗൺസ്മെന്റ് ചെയ്തു, അടുത്ത വേദിയിൽ നാഷണൽ ആന്തം എന്ന്. പിന്നെ സൈഡിൽ ഒരു ആന്ത്. എന്തോ ഈ നാഷണൽ ആന്തം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. നാഷണൽ ആന്തം എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനമാണെന്ന്. സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? നമ്മുടെ മോൻ പറഞ്ഞു പഠിപ്പിച്ച. മോന്റെ കാര്യം ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാനിരിക്കും വരുന്നത്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി ടീച്ചർ ഇട്ട് കൊടുത്ത മാർക്ക് ഉണ്ട്. എനിക്ക് വലിയൊരു ഇട്ട മാർക്ക് കണ്ടാ, ഞാൻ ഇട്ട മാർക്ക് കണ്ടാ മതി. മാർക്ക് ഞാൻ കാണത്തുള്ളൂ. എന്റെ മനുഷ്യ ആകെ 6 വിഷയമേ ഉള്ളൂ. അവൻ 7 വിഷയത്തിന് തോറ്റിട്ടാ ഇങ്ങോട്ട് വന്നത്. 7ാമത്തെ ഏതാണ് ഈ വിഷയം? അത് അവൻ സ്കൂളിലുണ്ടാക്കിയ വിഷയം. ഏതാ പിള്ളേരുമായിട്ട് അടിപിടി കൂടിയത്. അവനോ? നിങ്ങൾ ഇങ്ങനെ മാർക്കിട്ടൊക്കെ നടന്നോ? ചെറുക്കൻ വഴക്കിട്ട് നടക്കട്ടെ. എടാ, ഒരു ജൂറിയുടെ അവസ്ഥ കണ്ടോ? ജൂറിയുടെ വീട്ടിലെ അവസ്ഥ കണ്ടോ? എന്തോ അവസ്ഥയാ നിങ്ങളുടെ കോലം. ഇത് എന്തോ മനുഷ്യന്റെ എന്തോ താടിയും മുടിയും. എനിക്ക് നാണക്കേട പുറത്തോട്ട് ഇറങ്ങി. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ ഒരുമാതിരി ആഫ്രിക്കൻ മുഷിയെ ചൂണ്ടിട്ട് പിടിച്ച പോലെ ഒരു താടി വെട്ടാൻ പറ്റുമോ? കലാജീവിതത്തിന്റെ എന്റെ പ്രൗഢിയാണ് എന്റെ താടി മുടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൗഢി കൂടുതലൊന്നും സംസാരിക്കല്ലേ. തിന്നാൻ വല്ലതും വേണോ? ഞാൻ ജൂറിയാന്നേ. തിന്നാൻ എന്തെങ്കിലും എടുക്കുന്ന നേരത്തെ എന്തെങ്കിലും ഈ മാതിരി സംസാരിക്കുന്നത്? എടി, ഞാനൊരു ജൂറിയാ. തിന്നാൻ എന്തെങ്കിലും വേണമെന്നല്ല ചോദിക്കേണ്ടത്. ആഹാരം പാചകം ചെയ്തിട്ടുണ്ട്, കഴിക്കാൻ വരൂ സാറേ എന്ന് വിളിക്കണം. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നത്. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച് വിളമ്പി തരാം. വേണം? എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കഞ്ഞിയും പയറും ഉണ്ട്, എടുക്കട്ടെ? കഞ്ഞിയും പയറുവാണെങ്കിൽ പ്ലേറ്റിനകത്ത് എടുക്കണ്ട, ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ച് കുലുക്കി ഞാൻ കുടിച്ചോളാം. ഓ, പറച്ചിൽ കേട്ടാ തോന്നും മിതാഹാര ഭോജനാന്ന്. അതുകൊണ്ടല്ല, പാത്രത്തിൽ ഇയാൾക്ക് കഞ്ഞി കൊടുത്താൽ ഇതാണ്ട് ഇയാൾ യൂശാൻ താടിയാ കഞ്ഞി കിടന്ന് ഓളം വെട്ടും. അതുകൊണ്ടാ.